ഇന്നത്തെ ടോപ്പിക്ക് പ്രാർത്ഥനയാട്ടോ. പ്രാർത്ഥന എന്ന് രണ്ട് ഫേസസ് ഉണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവാലയം, അതായത് ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം. ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ അർപ്പിക്കുന്ന കൃതജ്ഞതാബലിയോടൊപ്പം നമ്മൾ സമൂഹമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഫേസാണ് പ്രാർത്ഥന. അപ്പോൾ അത് ദൈവം പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഇനി വൈദികൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് വൈദികൻ. അതായത് പാപമോചനം നൽകാൻ വൈദികന് അധികാരമുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഭയഭക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ കൂടുതലും നമ്മുടെ ചിലവഴിക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിലാണ്. അതാണ് ഒന്നാമത്തെ ഫേസ്. ഇനി രണ്ടാമത്തെ ഫേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന എന്നാണ് അതിനെ ഉദ്ദേശിച്ചേക്കുന്നത്. അതിൽ ബൈബിൾ ബേസിൽ അത് ഞാൻ പറഞ്ഞുതരാം. നീ പ്രാർത്ഥിക്കുവാനായി മുറിയിൽ ചെന്ന് കതകടച്ച് നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താ? നമ്മൾ മുറി കയറി കതകടച്ച് പ്രാർത്ഥിക്കണമെന്നല്ല കേട്ടോ ദൈവം ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ മുറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൈവസി അല്ലേ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഒരു ലോക്ക്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഹൃദയ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുറന്ന്, നമ്മുടെ ഉൾക്കണ്ണാലെ നമ്മുടെ മനസ്സിന് തുറന്ന്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ ഉൾക്കണ്ണാലെ കണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം പറയണത്. അതിന് ദൈവം തന്നെ അതിനൊരു മാതൃക കാണിച്ചിട്ട്, യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശു പ്രാർത്ഥിക്കാനായി തന്നെത്താൻ ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്ന ഭാഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം എങ്ങനെ അവിടെ പ്രാർത്ഥിച്ചേ? മരണത്തോളം ഗ്രസിക്കുന്ന തീവ്ര വേദനയുമായിട്ടാണ് ദൈവം അന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അതായത് ദൈവത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി മാറാൻ അത്ര തീക്ഷ്ണമായി ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ബൈബിളിൽ പറയുന്നുണ്ട്. ഈ പ്രാർത്ഥനയാണ് ദൈവം രണ്ടാമത്തെ ഫേസിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് ഏകാഗ്രതമാക്കി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് മുൻപാകെ നമ്മളെന്താ കുറച്ച് സമയം നമ്മുടെ പേഴ്സണൽ, അതായത് ദൈവവും നമ്മളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം വളരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കണമെന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഏറ്റുപറയുന്ന, അതായത് മുറി എന്ന് പറയുമ്പോൾ തന്നെ പ്രൈവസി. അപ്പോൾ ദൈവവും നമ്മളും തമ്മിൽ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പരാതികൾ, നമ്മുടെ വേവലാതികൾ, അതുപോലെ നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത് എന്തൊക്കെയാണോ അതാണ് ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ പിന്നെ ഹൃദയം നുറുങ്ങിയവർക്ക് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ? ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. അതുപോലെ നമ്മൾ എന്താ അർപ്പിക്കേണ്ട ബലി എന്താ? നമ്മളുടെ ശരിക്കുള്ള ബലി എന്താ? ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇത് രണ്ടും നമ്മൾ ഓർക്കണം. നമ്മൾ ബൈബിളിലൊക്കെ ഒരു ദേവാലയം തകർന്ന് കിടക്കുന്നതിനെ പറ്റിയൊക്കെ ചില സൂചനകൾ പറയുന്നുണ്ട്. അതെന്താ? നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം തകർന്ന് കിടക്കുന്നതിനെയാണ് ബൈബിളിലുടനീളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദേവാലയത്തിൽ ദൈവത്തിന് വേണ്ടി അനുദിന ബലികൾ എന്നും നടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിനായിട്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ
നമ്മൾ ഉയർത്തണമെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിലൊക്കെ വ്യക്തിപരമായി അത്രയും അടുത്ത് അത്രയും സമയമെടുത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലല്ലോ. വളരെ കുറച്ച് സമയമല്ലേ. നമ്മളുടെ പ്രാർത്ഥനകളുടെ സ്വഭാവം എന്താ? നമ്മൾ പള്ളിയിൽ പോയി അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പാട്ടുകൾ പാടുന്നു, കുറച്ച് നേരം മനസ്സൊന്ന് ഏകാഗ്രമാക്കി ദൈവത്തോട് ചില പരാതികൾ പറയുന്നു, കുറച്ച് നേരം പിന്നെ നമ്മളുടെ എപ്പോഴും ദൈവത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ മനസ്സ് നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. പല പല ചിന്തകളിൽ പല ഇതിലെല്ലാമാണ് നമ്മളുടെ പ്രാർത്ഥനകൾ ഉയരുന്നത്. അവരെ സന്ധ്യാപ്രാർത്ഥനയിൽ കുറച്ച് നേരം നമ്മൾ ദൈവത്തെ, പക്ഷേ അതിനേക്കാളേറെ നമ്മളും ദൈവവുമായിട്ടുള്ള ആത്മബന്ധം വളരുന്ന എവിടെയാണ്? നമ്മളുടെ പേഴ്സണൽ പ്രെയറിൽ. അത് നമ്മുടെ ജീവിതത്തിൽ ഈ 2 ഫേസസും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുവഴി ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഹൃദയവിശുദ്ധിയും നമ്മുടെ ജീവിത വിശുദ്ധിയുമാണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം പ്രാർത്ഥിച്ചതുപോലെ ഉരുകിയ മനസ്സോടെ ഹൃദയം നുറുങ്ങി നമ്മൾ ദൈവത്തെ വിളിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അത് എന്താ അപ്പോൾ ദൈവം എന്താ നമ്മളോട് പറയണ വാഗ്ദാനം എന്താ? നിങ്ങൾ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമ്മളോട് ദൈവവും ചേർന്ന് നിൽക്കും. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതായത് ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തോട്, അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഹൃദയ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നത് എന്താണോ അതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും അനുദിന പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുടങ്ങാതെ ദൈവവും നമ്മളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ദൈവത്തിനായിട്ട് ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കണം. അവിടെ നമ്മളുടെ മനസ്സ് ഏകാഗ്രമാക്കി നമ്മളുടെ ഉൾക്കണ്ണിൽ വസിക്കുന്ന ഈശോയെ ഉൾക്കാഴ്ചയോടെ നമ്മൾ കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ചിലപ്പോൾ ഈ സീരിയലിൻ്റെ സമയത്താണെങ്കിൽ അയ്യോ സീരിയൽ ഇപ്പോൾ തുറക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അവരൊരു പള്ളിയിലാണെങ്കിൽ ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ കുർബാന ഇപ്പോൾ തീർന്നില്ലല്ലോ, അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ നമ്മുടെ എന്താ പറയുക, ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവവുമായി ചേർന്നിരുന്ന് നമ്മളുടെ ആ ഒരു പേഴ്സണൽ ബന്ധം, അതാണ് പേഴ്സണൽ പ്രെയർ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഏറ്റവും അത്യാവശ്യമായി ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവിടെയാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ആത്മബന്ധം വളരുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു ഏകാഗ്രതമായ മനസ്സോടെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും എല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ ഒരു കുമ്പസാരം കൂടിയാണ്. ശരിക്കും പരിശുദ്ധമായ ഒരു ബലി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ എങ്ങനെ നമ്മൾ ഭയഭക്തിയാദരങ്ങളോടെ ദൈവത്തെ ഇത് ചെയ്യണോ അതുപോലെ എല്ലാ ദിവസവും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കണമെന്നാണ് ദൈവം പറയണം നമ്മളോട്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ പാപമോചനത്തിൻ്റെ അധികാരം ആർക്കാ ദൈവം കൊടുത്തിരിക്കുന്നത്? വൈദികർക്ക്. അതാണ് നമ്മൾ 2 ഫേസസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കെല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തിൻ്റെ മുന്നിൽ ഒന്ന് നിറ കണ്ണുകളോടെ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ സമയമില്ല. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം വളർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടൊപ്പം ഉയരാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ പേഴ്സണൽ പ്രെയർ നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് ദൈവത്തോട് ചേർന്നിരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, ശരിയല്ലേ എന്ന്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, ഇതുപോലുള്ള ആശയങ്ങൾ ഒരുപാട് എനിക്കിങ്ങനെ തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളായിരിക്കും ഓരോ ദിവസവും ഞാൻ പറഞ്ഞു തരുന്നത്. അത് ചിലതൊക്കെ ഓരോ ഭാവങ്ങളോടും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനോടും റിലേറ്റഡ് ആയിരിക്കും. പക്ഷേ അതെല്ലാം വ്യത്യസ്തമായ ആശയങ്ങളാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം എന്നിൽ ജീവിതത്തിൻ്റെ കുറവുകൾ എന്നിലുള്ളപ്പോഴും ദൈവം ഒരു വശത്ത് എന്നെ ചേർത്ത് നിർത്തുന്നതിനാലാണ് ഞാൻ ജീവിതത്തിൽ
എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നത്. വ്യക്തിപരമായ കുറവുകൾ ഒരുപാട് എനിക്കുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം എന്നെ വിളിച്ചു ചേർത്ത് ദൈവം ഇതുപോലെ ഓരോ ആശയങ്ങളും പ്രതീക്ഷകളും നമുക്ക് തരുമ്പോൾ ഞാനത് എൻ്റെ ഹൃദയത്തിൽ വയ്ക്കാതെ നിങ്ങളായിട്ടും കൂടി ഇപ്പം ഞാനത് ഷെയർ ചെയ്ത് തരുവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്ക്, ഇത് തന്നെയല്ലേ യഥാർത്ഥമായ നമ്മുടെ ജീവിതവും പ്രാർത്ഥനകളും? ആ ഒരു രണ്ട് ഫേസസ്, 2 ഫേസസ്. ഒന്ന് നമ്മൾ സമൂഹമായ ദൈവത്തിന് കൊടുക്കുന്ന ബലിയും, അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായ ദൈവത്തിന് മാറ്റിവെക്കുന്ന 2 ഫേസസ്. അത് തന്നെയല്ലേ ശരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും തുടർന്ന് കാണുക. അതുവരേക്കും ബൈ ബൈ.